Hello dear children, welcome to Kids Area Online. Kids Area Onlineൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ LKG UKG ക്ലാസ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്പെഷ്യൽ ക്ലാസ്സസും ഉണ്ട്. ഫീസ് നൽകിയാണ് പഠിക്കാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ, നാളെ കേരള പാഠാവലി എക്സാം ആണല്ലേ? എക്സാം അല്ലേ? പഠിച്ചായിരുന്നോ? അപ്പോൾ നമുക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ഓരോ ക്ലാസ് ഐ ടീച്ചർ പറഞ്ഞു തരാം. 2022, 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതുപോലെ 2023, 2024 ക്വസ്റ്റ്യൻ, 2019, 2020 ക്വസ്റ്റ്യൻ, 2018, 2019 ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് 2022, 2023 ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, കണ്ടെത്താം എഴുതാം. ഇതില് മഴപ്പേടി എന്നൊരു കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഒരു ചെറിയൊരു കവിതയാണ് ഇവിടെയുള്ളത്. മഴപ്പേടി. മഴ വരുന്നു പേമഴ, കുടിലിനുള്ളിൽ ആരെല്ലാം കിടുകിടെ വിറച്ചുകൊണ്ടൊരമ്മയും കിടാങ്ങളും. മഴ എനിക്കു പേടിയാണ് പുലി ഇറങ്ങി വന്നപ്പോൾ, മഴ കലിച്ചു കാറ്റുമായി വിരലു കോർത്തു താണ്ഡവം, കടപുഴക്കി മാമരം പ്രളയമായി സങ്കടം. മഴ എനിക്കു പേടിയാണ് അടിയുലഞ്ഞു വീണ പോൽ. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ചെറിയൊരു കവിതയാണ് മഴപ്പേടി. മഴയെക്കുറിച്ചുള്ള മഴയുടെ പേടിയെക്കുറിച്ച്, മഴയെ പേടിക്കുന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കവിതയാണ്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങളാണുള്ളത്. മഴക്കാറ്റുമായി വിരല് കോർത്ത് നടത്തുന്ന നൃത്തത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? മഴ കലിച്ചു കാറ്റുമായി വിരല് കോർത്തു താണ്ഡവം. അപ്പോൾ ഇവിടെ മഴ കാറ്റുമായി വിരല് കോർത്ത് നടത്തുന്ന നൃത്തത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? താണ്ഡവം. ഏതായിരുന്നു? താണ്ഡവം. അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പുറത്ത് മഴ പെയ്യുമ്പോൾ കിടുകിടെ വിറയ്ക്കുന്നത് ആരാണ്? പുറത്ത് മഴ പെയ്യുമ്പോൾ കിടുകിടെ വിറയ്ക്കുന്നത് ആരാണ്? ഇതാ ഇവിടെയുണ്ട്. കിടുകിടെ വിറച്ചുകൊണ്ടൊരമ്മയും കിടാങ്ങളും. അമ്മയും കിടാങ്ങളും. പുലി, കാറ്റ്, അമ്മയും കുട്ടികളും. ഇതിലേതാണ് ശരി ഉത്തരം? അമ്മയും കുട്ടികളും. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വലിയ മരം എന്നതിന് പകരം ഉപയോഗിച്ച പദം ഏതാണ്? വലിയ മരം എന്നതിന് പകരം ഉപയോഗിച്ച പദം. മഴ കലിച്ചു കാറ്റുമായി വിരലു കോർത്തു താണ്ഡവം, കടപുഴക്കി മാമരം. ഇപ്പോൾ വലിയ മരത്തിന് ഇവിടെ ഉപയോഗിച്ച പദം ഏതാണ്? മാമരം. ഏതാണ്? പേമഴ, മാമരം, പ്രളയം. ഇവിടെ ഉപയോഗിച്ച പദം മാമരം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, മഴയുടെ ഏത് ഭാവത്തെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്? സന്തോഷത്തെ, ഭീകരതയെ, ശാന്തതയെ? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭീകരതയെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പുലി ഇറങ്ങി വന്നപ്പോൾ എന്ന പ്രയോഗത്തിൽ ഏതു തരം മഴയെയാണ് കവി അവതരിപ്പിക്കുന്നത്? ചാറ്റൽ മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രാത്രി മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഏത് മഴയെക്കുറിച്ചാണ് പറയുന്നത്? പേമഴ. പേമഴ ഇവിടെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. തുടക്കത്തിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. മഴ വരുന്നു പേമഴ. അപ്പോൾ ഏത് മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? പേമഴ. ഇതിൽ ഒരു ചോദ്യം മാത്രമാണ്, ഇതിൻ്റെ ആശയം എന്താണ് എന്നൊരു ചോദ്യം മാത്രമാണ് സ്വന്തമായിട്ട് എഴുതാനായി ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. മഴയുടെ ഏത് ഭാവത്തെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്? ഇത് മനസ്സിലാക്കി എഴുതാനുള്ള ഒരു ചോദ്യമായിരുന്നു. ബാക്കിയെല്ലാം ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ 2023, 2024 ചോദിച്ചതാണ് കല്ലുവും പൊന്നുവും. ഒരു കുട്ടി പോകുന്നു, പൊന്നിൻ്റെ മാല ഇട്ടൊരു കുട്ടി ഇട്ടതോ കല്ലുമാല. അവരെന്നും സ്കൂളിലേക്ക് ഒന്നിച്ചു പോകുമാ,
കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെ ഒരു കുട്ടി പോകുന്നു. പൊന്നിന്റെ മാലയിട്ടൊരു കുട്ടി ഇട്ടതോ കല്ലുമാല. അവരെന്നും സ്കൂളിലേക്ക് ഒന്നിച്ചു പോകുമാ കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെ. ഒരു ദിനം ആ വഴി കള്ളനെത്തി പൊന്നിട്ട കുട്ടിയെ കൊണ്ടുപോയി. അവളുടെ നിലവിളി കേൾക്കയായി മലയുടെ താഴ്വാരമെങ്ങുമെങ്ങും. അതു കേൾക്കെ അതിവേഗം ഓടിയെത്തി അവളുടെ പൊന്നോമൽ കൂട്ടുകാരി. കല്ലുറപ്പുള്ള മനസ്സുമായി ചെന്നവൾ കള്ളനെ നേരിട്ടു ധീരധീരം. കല്ലിന്റെ മാലയെ അണിഞ്ഞവൾ അങ്ങനെ പൊന്നിട്ട കുട്ടിയെ വീണ്ടെടുത്തു. അതു കണ്ട് മാമര കൂട്ടവും കിളികളും പുഴകളും പൂക്കളും പുളകമാർന്നു. ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ കല്ലുവും പൊന്നുവും എന്ന ഒരു ചെറിയൊരു കവിതയാണ്. ഇതിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ആരുടെ നിലവിളിയാണ് താഴ്വരയിൽ കേട്ടത്? പൊന്നിൻ മാല ഇട്ട കുട്ടിയുടെ, കള്ളന്റെ, കല്ലുമാല ഇട്ട കുട്ടിയുടെ. ആരാണ് ഇവിടെ കരഞ്ഞത്? ആരാണ്? പൊന്നിട്ട കുട്ടിയെ കൊണ്ടുപോയി അവളുടെ നിലവിളി കേൾക്കയായി മലയുടെ താഴ്വാരം എങ്ങുമെങ്ങും. അപ്പോൾ ആരുടെയായിരുന്നു? പൊന്നിൻ മാലയിട്ട കുട്ടിയുടെ. രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് ഏത് വഴിയിലൂടെയാണ്? മാമരങ്ങൾക്കിടയിലൂടെ, താഴ്വാരത്തിലൂടെ, കുന്നിൻ ചെരുവിലൂടെ. നോക്കാം, കുട്ടികളിൽ സ്കൂളിൽ പോയിരുന്നത് ഏത് വഴിയിലൂടെയാണ്? അവരെന്നും സ്കൂളിലേക്ക് ഒന്നിച്ചു പോകുമാ കുളിരാർന്ന കുന്നിൻ ചെരുവിലൂടെ. അപ്പോൾ ഉത്തരം ഏതാണ്? മാമരങ്ങൾക്കിടയിലൂടെയാണോ, താഴ്വാരത്തിലൂടെയാണോ, കുന്നിൻ ചെരുവിലൂടെയാണോ? ശരിയായ ഉത്തരം കുന്നിൻ ചെരുവിലൂടെ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പുഴകളും പൂക്കളും പുളകമാർന്നതെന്തുകൊണ്ട്? ഇവിടെയുണ്ട്. അതിനു മുൻപ് ഉത്തരങ്ങൾ നോക്കാം. കുട്ടിയുടെ ധീരത കണ്ട്, കുട്ടിയുടെ നിലവിളി കേട്ട്, കുട്ടി ഓടിയത് കൊണ്ട്. നോക്കി, അതു കേൾക്കെ അതിവേഗം ഓടിയെത്തി അവളുടെ പൊന്നോമൽ കൂട്ടുകാരി. കല്ലുറപ്പുള്ള മനസ്സുമായി ചെന്നവൾ കള്ളനെ നേരിട്ടു ധീരധീരം. കല്ലിന്റെ മാലയെ അണിഞ്ഞവൾ അങ്ങനെ പൊന്നിട്ട കുട്ടിയെ വീണ്ടെടുത്തു. അതു കണ്ടു മാമര കൂട്ടവും കിളികളും പുഴകളും പൂക്കളും പുളകമാർന്നു. കുട്ടിയുടെ ധീരതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുട്ടിയുടെ ധീരത കണ്ടാണ് പുഴകളും പൂക്കളും പുളകമാർന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരം കുട്ടിയുടെ ധീരത കണ്ട്. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ചോദിച്ചത്, കല്ലുറപ്പുള്ളത് എന്തിനാണ്? മനസ്സിന്, പൊന്നിൻ മാലയ്ക്ക്, കല്ലുമാലയ്ക്ക്. കല്ലുറപ്പുള്ളത് എന്തിനാണ്? കല്ലുറപ്പുള്ള മനസ്സുമായി ചെന്നവൾ. അപ്പോൾ കല്ലുറപ്പുള്ളത് എന്തിനാണ്? മനസ്സിന്. അവസാന ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, കല്ലുമാല ഇട്ട കുട്ടി കള്ളനെ നേരിടാൻ കാരണം എന്താവാം? പൊന്നിൻ മാല മോഹിച്ച്, ഒന്നാമത്തെ ഓപ്ഷൻ, പൊന്നിൻ മാല മോഹിച്ച്, ധീരത കാണിക്കാൻ, കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട്. എന്തായിരിക്കും? ഇവിടെ തന്നെയുണ്ട്. അതു കേൾക്കെ അതിവേഗം ഓടിയെത്തി അവളുടെ പൊന്നോമൽ കൂട്ടുകാരി. അവളോടുള്ള സ്നേഹം, കൂട്ടുകാരിയോടുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യ പേപ്പറിൽ ഇതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2019-20 ചോദ്യമാണ്. മണൽ പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. ഒലിച്ച കാലം മറന്ന കടവിൽ തപസ്സിരുന്നു കളിവള്ളം. കിഴക്കുമാമല മുടിയാട്ടത്തിന് വരുന്നതില്ല കരിമേഘം. മഴയ്ക്കു തോറ്റം പാടും തവളകൾ കരഞ്ഞുമില്ല കലികാലം. വിഷുക്കണിക്കായി എത്തിയ വെള്ളരി വിഷം പുരട്ടിയ പൂതനയായി. മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞുപോയി കനവുകളായി. പരന്ന വയലിൽ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി. ഒഴിഞ്ഞ ചാക്കിൽ ചവറുപെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. പി രാമചന്ദ്രന്റെ ഒരു ചെറിയ കവിതയാണ്. ഇതിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, മണൽ പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്നത് ആര്? മണൽ പരപ്പിൽ
കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്നത് ആര്? പുഴവെള്ളം, കരിമേഘം, കലികാലം. എന്തായിരുന്നു? മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. ഒന്നാമത്തെ ഉത്തരം എന്തായിരുന്നു? പുഴവെള്ളം. രണ്ടാമത്തെ നോക്കാം. കരിഞ്ഞുപോയി കനവുകളായി എന്ത്? കരിഞ്ഞുപോയി കനവുകളായി എന്ത്? വാക്കുകൾ, ചിന്തകൾ, മാമ്പൂക്കൾ. കരിഞ്ഞുപോയി കനവുകളായി. കരിഞ്ഞുപോയി കനവുകളായി എന്താണ്? നോക്കാം. കരിഞ്ഞുപോയി മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞുപോയി കനവുകളായി. വാക്കുകൾ, ചിന്തകൾ, മാമ്പൂക്കൾ. കരിഞ്ഞുപോയി കനവുകളായി. അതിനു മുന്നിലാണ് വിഷുക്കണിയായി എത്തിയ വെള്ളരി വിഷം പുരട്ടിയ പൂതനയായി. മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞുപോയി കനവുകളായി. ഇവിടെ കരിഞ്ഞുപോയി കനവുകളായത് എന്താണ്? മാമ്പൂക്കൾ. മാമ്പൂക്കൾ. മൂന്നാമത്തെ ചോദ്യം. നഗരം കുടിയേറിയത് എവിടേക്ക്? നഗരം കുടിയേറിയത് എവിടേക്ക്? പരന്ന വയലിലേക്ക്, ഒഴിഞ്ഞ ചാക്കിലേക്ക്, മറന്ന കടവിലേക്ക്. പരന്ന വയലിൽ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി. അപ്പോൾ പരന്ന വയലിലാണ് എന്ത് കുടിയേറിയത്? നഗരം കുടിയേറിയത്. അപ്പോൾ നഗരം കുടിയേറിയത് എവിടേക്കാണ്? പരന്ന വയലിലേക്ക്. വയലുകളെല്ലാം നഗരമായി. നഗരം കുടിയേറിയത് എവിടേക്കാണ്? പരന്ന വയലിലേക്ക്. അതാണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം. പ്രകൃതിയുടെ താളം തെറ്റിയ കാലത്തെ കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്താണ്? പ്രകൃതിയുടെ താളം തെറ്റിയ കാലം. കലികാലം, പലകാലം, കഴിഞ്ഞ കാലം. എങ്ങനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? നോക്കാം. ചോദ്യം വരുന്നത് പ്രകൃതിയുടെ താളം തെറ്റിയ കാലം. മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. ഒളിച്ച കാലം മറന്ന കടവിൽ തപസിരുന്നു കളിവള്ളം. കിഴക്കുമാമല മുടിയാട്ടത്തിന് വരുന്നതില്ല കരിമേഘം. മഴയ്ക്കു തോറ്റം പാടും തവളകൾ കരഞ്ഞുമില്ല കലികാലം. അപ്പൊ പ്രകൃതിയുടെ താളം തെറ്റിയ കാലത്തെ കവി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? മഴയ്ക്കു തോറ്റം പാടും തവളകൾ കരഞ്ഞുമില്ല കലികാലം. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? കലികാലം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഒഴിഞ്ഞ ചാക്കിൽ ചവറുപെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. ഈ വരികളിൽ കവി സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം എന്താണ്? മാലിന്യ നിക്ഷേപം, കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം. ഒഴിഞ്ഞ ചാക്കിൽ ചവറുപെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. എന്താണ് ഇവിടെ വരുന്നത്? എന്തായിരിക്കും? നഗരം വന്നപ്പോൾ എന്തായി മാറി? ഒഴിഞ്ഞ ചാക്കിൽ ചവറുപെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. മാലിന്യ നിക്ഷേപം എന്തായിരുന്നു? പരന്ന വയലുകളെല്ലാം എന്തായിട്ട് മാറി? നഗരങ്ങളായിട്ട് മാറി. അപ്പോൾ എന്തായി? മാലിന്യ നിക്ഷേപങ്ങൾ കുന്നുകൂടി. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാലിന്യ നിക്ഷേപം. സാമൂഹ്യ പ്രശ്നം മാലിന്യ നിക്ഷേപമാണ്. അപ്പൊ ഇതാണ് അടുത്ത ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇനി 2018, 2019 ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതമായി തോന്നൂ. അപ്പോൾ ഇതിൽ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. 5 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ ആദ്യമായി വരുന്ന വാക്കേത്? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ. അപ്പോൾ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ ആദ്യമായി വരുന്ന വാക്കേതാണ്? അമ്മ. മറ്റുള്ള ഭാഷകളെ എന്തായിട്ടാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ധാത്രി.
പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടണമെങ്കിൽ എന്ത് കിട്ടണമെന്നാണ് കവി പറയുന്നത്? മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. വാത്സല്യ ദുഗ്ധം നുകരണം. അമ്മ എന്നർത്ഥം വരുന്ന മറ്റൊരു പദം കണ്ടെത്തി എഴുതൂ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ, മാതാവ്. എന്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മാതൃഭാഷയുടെ. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാവോ? മാതൃഭാഷ. അമ്മ എന്ന രണ്ടക്ഷരം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മാതൃഭാഷ. മാതൃഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യമായിട്ട് ചോദ്യ പേപ്പറിൽ ചോദിച്ചിരുന്ന വായിക്കാം എഴുതാം എന്നുള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ നോക്കിയത്. ഇനി കഥാപാത്ര നിരൂപണമുണ്ട്, മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, അത് ഓരോന്നായിട്ട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ. ഇപ്പോൾ 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് കഥാപാത്ര നിരൂപണം. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും കൈ മുതലായ കുഴലൂത്തുകാരൻ ഹാമലിൻ പട്ടണത്തിലെത്തിയ കഥ നിങ്ങൾ വായിച്ചല്ലോ. കുഴലൂത്തുകാരന്റെ രൂപം, സ്വഭാവ സവിശേഷതകൾ, പെരുമാറ്റം എന്നിവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അതിലെ ബി ചോദ്യം, എലി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മൂഷികൻ, മൂകൻ, ലീനൻ. ഏതാണ് ഇത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൂഷികനാണ് എലി. മൂഷികനാണ് എലി. ഇതിൽ കഥാപാത്ര നിരൂപണം ചെയ്യാനുണ്ട്. കഥാപാത്ര നിരൂപണം എഴുതണം. അപ്പോൾ ആരെക്കുറിച്ചാണ്? കുഴലൂത്തുകാരനെ കുറിച്ചാണ് കഥാപാത്ര നിരൂപണം. മറ്റൊരു ചോദ്യ പേപ്പറിലും കഥാപാത്ര നിരൂപണം. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥ കൊടും ചതിയുടേതാണ്. എലികളെ കൊണ്ട് പൊറുതിമുട്ടിയ പട്ടണത്തെ രക്ഷിക്കാൻ എത്തിയ കുഴലൂത്തുകാരൻ കൊടുക്കാമെന്നേറ്റ പണം കിട്ടാതെ വഞ്ചിതനാകുന്നു. അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാകാം? നടന്ന സംഭവങ്ങൾ, മറ്റു കഥാപാത്രങ്ങൾ, ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് കുഴലൂത്തുകാരനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മറ്റൊരു ചോദ്യം, വിശകലനക്കുറിപ്പ്. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന നാടോടി കഥയിലെ കഥാപാത്രങ്ങളാണ് മേയറും കുഴലൂത്തുകാരനും. അതിലൂടെ നോക്കി. ഒന്നാമത്തെ ചോദ്യം, മേയറുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്ന നിലപാടും കുഴലൂത്തുകാരന്റെ പ്രവൃത്തിയും വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കൂ. ബി ക്വസ്റ്റ്യൻ, കുഴലൂത്തുകാരൻ പട്ടണത്തിന്റെ പ്രധാന വീഥിയിലെത്തി. അടിവരയിട്ട പദത്തിന് സമാന പദം എഴുതുക. പ്രധാന വീഥി. വീഥിക്ക് എന്ത് പദമാണ് ഇവിടെ ഉള്ളത്? വീഥിക്ക് എന്ത് പദമാണ്? നഗരം, വഴി, ഗാനം. വഴി. വീഥി എന്ന് പറഞ്ഞാൽ വഴി. അപ്പോൾ ആദ്യത്തെ ചോദ്യം കുറിപ്പ്. നമ്മുടെ കുഴലൂത്തുകാരനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യ പേപ്പറിൽ കഥാപാത്ര നിരൂപണം. കുഴലൂത്തുകാരൻ ഏറ്റെടുത്ത ജോലിയിലെ ആത്മാർത്ഥത, വേഷവിധാനം, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, സ്വഭാവം, വ്യത്യസ്ത അനുഭവങ്ങൾ, ഇതെല്ലാം ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. എഴുതാൻ പോകുന്നത് കഥാപാത്ര നിരൂപണമാണ്. കഥാപാത്ര നിരൂപണം. അപ്പം നമുക്ക് ആരെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത്? ഹാമലിൻ, കുഴലൂത്തുകാരനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണ്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ, അപ്പം നമുക്ക് ആദ്യം ഏത് കഥയാണ്? ഹാമലിനിലെ കുഴലൂത്തുകാരൻ. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ, കുഴലൂത്തുകാരൻ എന്ന കഥയിലെ കുഴലൂത്തുകാരൻ ഒരു വിചിത്ര വേഷധാനിയായ ഒരാളാണ്. കഥയിലെ കുഴലൂത്തുകാരൻ വിചിത്ര വേഷധാനിയായ ഒരാളാണ്.
അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നമ്മൾ എങ്ങനെ എഴുതി? ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ കുഴലൂത്തുകാരൻ വിചിത്ര വേഷധാനിയായ ഒരാളാണ്. അയാളുടെ വേഷവിധാനത്തെക്കുറിച്ച് അടുത്തെഴുതുക. വിചിത്ര വേഷധാനമാണ് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ ഒരു അങ്ങനെ എപ്പോഴും കാണാത്ത ഒരു വേഷവിധാനമാണ് ആർക്കുള്ളത്? കുഴലൂത്തുകാരന്. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വേഷവിധാനം? അതാണ് അടുത്തെഴുതാൻ പോകുന്നത്. കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്ത്, കഴുത്തിലൊരു ചരടുണ്ട്. അപ്പോൾ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്ത് ഒരു കുഴൽ വാദ്യവും കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്ത് ഒരു കുഴൽ വാദ്യവും അതുപോലെ കുഴൽവാദ്യം എന്താണ് ചെയ്യുന്നത്? കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്തൊരു കുഴൽ വാദ്യവും തൂക്കിയിട്ടുകൊണ്ടാണ് കുഴലൂത്തുകാരൻ നടക്കുന്നത്. തൂക്കിയിട്ടുകൊണ്ടാണ് കുഴലൂത്തുകാരൻ നടക്കുന്നത്. മേയറുടെ വിളംബരം കേട്ട് എലികളെ തുരത്താനാണ് അയാൾ എവിടെ എത്തിയത്? ഹാമലിനിൽ എത്തിയത്. അയാൾ എങ്ങനെയാണ് വന്നത്? മേയറുടെ വിളംബരം കേട്ട് എലികളെ തുരത്താനാണ് അദ്ദേഹം എവിടെ എത്തിയത്? ഹാമലിനിൽ എത്തിയത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇൻട്രോ നമ്മൾ എഴുതി കഴിഞ്ഞു. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ എഴുത്തുകാരൻ വിചിത്ര വേഷധാനിയായ ഒരാളാണ്. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ എഴുത്തുകാരൻ വിചിത്ര വേഷധാനിയായ ഒരാളാണ്. കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്ത് ഒരു കുഴൽവാദ്യവും തൂക്കിയിട്ടുകൊണ്ടാണ് കുഴലൂത്തുകാരൻ നടക്കുന്നത്. മേയറുടെ വിളംബരം കേട്ട് എലികളെ തുരത്താനാണ് കുഴലൂത്തുകാരൻ ഹാമലിനിൽ എത്തിയത്. ഇത്രയും മനസ്സിലായാലും അടുത്ത നമുക്ക് എന്തെഴുതാം? അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത്? സാവധാനത്തിലുള്ള ചലനവും മൃദുലവുമായ സംസാരവുമാണ് അയാളുടേത്. അയാളുടെ പ്രത്യേകത എന്താണ്? സാവധാനത്തിലുള്ള ചലനവും മൃദുവായ സംസാരവുമാണ് അയാളുടേത്. ഇനി എന്തെഴുതാം? എലികളെ തുരത്തുന്നതിന് പ്രതിഫലമായി വിളംബരം ചെയ്ത 1000 പൊൻപണം തരുമോ എന്ന് മേയറോട് ചോദിച്ചു. കുഴലൂത്തുകാരൻ എന്ത് ചെയ്തു? ആദ്യം എന്താ ചോദിച്ചേ? വിളംബരത്തിൽ പറഞ്ഞതുപോലെ ആ പൈസ തരുമോ, ആ പൊൻപണം തരുമോ? എലികളെ തുരത്തിയാൽ പ്രതിഫലമായി വിളംബരം ചെയ്ത 1000 പൊന്മണം തരുമോ എന്നാണ് മേയറോട് ചോദിച്ചു. മേയർ എന്ത് മറുപടി പറഞ്ഞു? എലികളെ തുരത്തിയാൽ 1000 അല്ല, അതിലധികം തരാമെന്നായിരുന്നു മേയറുടെ മറുപടി. അപ്പൊ അത് അടുത്തെഴുതുക. എലികളെ തുരത്തുന്നതിന് പ്രതിഫലമായി വിളംബരം ചെയ്ത
1000 പൊൻപണം. 1000 പൊൻപണം തരുമോ എന്ന് ആരോട് ചോദിച്ചു? മേയറോട് ചോദിച്ചു. തരുമോ എന്ന് കുഴലൂത്തുകാരൻ മേയറോട് ചോദിച്ചു. കുഴലൂത്തുകാരൻ മേയറോട് ചോദിച്ചു. മേയർ എന്താ മറുപടി പറഞ്ഞേ? എലികളെ ഓടിച്ചാൽ 1000 അല്ല അതിലധികം തരാമെന്ന് മേയർ മറുപടി പറഞ്ഞു. എലികളെ ഓടിച്ചാൽ 1000 അല്ല അതിലധികം തരാമെന്ന് മേയർ മറുപടി പറഞ്ഞു. അതിലധികം തരാമെന്ന് മേയർ മറുപടി പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തേ? തുടർന്ന് അയാൾ എന്ത് ചെയ്തു? തുടർന്ന് അയാൾ തൻ്റെ വിരലുകൾ കൊണ്ട് കഴുത്തിലെ കുഴൽവാദ്യം ചുണ്ടോട് ചേർത്ത് ഒരു പ്രത്യേക ഈണം പുറപ്പെടുവിച്ചു. അടുത്ത് എന്താണ് സംഭവിച്ചതെന്നാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. കഥാപാത്ര നിരൂപണത്തിൽ പകുതി എഴുതി കഴിഞ്ഞു. എന്താണ് നടന്നത് എന്ന് പറഞ്ഞു. എന്തായിരുന്നു? ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന കഥയിലെ കുഴലൂത്തുകാരൻ വിചിത്ര വേഷധാനിയായ ഒരാളാണ്. കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ അറ്റത്ത് ഒരു കുഴൽവാദ്യവും തൂക്കിയിട്ട് കൊണ്ടാണ് കുഴലൂത്തുകാരൻ നടക്കുന്നത്. മേയറുടെ വിളംബരം കേട്ട് എലികളെ തുരത്താനാണ് അദ്ദേഹം ഹാമലിനിൽ എത്തിയത്. സാവധാനത്തിലുള്ള ചലനവും മൃദുവുമായ സംസാരവുമാണ് അയാളുടേത്. എലികളെ തുരത്തുന്നതിന് പ്രതിഫലമായി വിളംബരം ചെയ്ത 1000 പൊൻപണം തരുമോ എന്ന കുഴലൂത്തുകാരൻ മേയറോട് ചോദിച്ചു. എലികളെ ഓടിച്ചാൽ 1000 അല്ല അതിലധികം തരാമെന്ന് മേയർ മറുപടി പറഞ്ഞു. അടുത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം എന്ത് ചെയ്തു? അത് കേട്ട് അയാൾ അതിന്റെ ബാക്കി എഴുതാം. തുടർന്ന് അയാൾ തൻ്റെ വിരലുകൾ കൊണ്ട് കഴുത്തിലെ കുഴൽവാദ്യം ചുണ്ടോട് ചേർത്ത് ഒരു പ്രത്യേക ഈണം പുറപ്പെടുവിച്ചു. കഴുത്തിലെ കുഴൽവാദ്യം തൻ്റെ ചുണ്ടോട് ചേർത്ത് ഒരു പ്രത്യേക ഈണം പുറപ്പെടുവിച്ചു. ഒരു പ്രത്യേക ഈണം പുറപ്പെടുവിച്ചു. ഈണം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ നാട്ടിലെ എലികളെല്ലാം ഈണം കേട്ട ദിക്കിലേക്ക് കുതിച്ചു. ആ നാട്ടിലെ എലികളെല്ലാം ഈണം കേട്ട ദിക്കിലേക്ക് കുതിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? തൻ്റെ പിന്നാലെ എത്തിയ എലികളെ അയാൾ നദിയിലേക്ക് നയിച്ചു. തൻ്റെ പിന്നാലെ എത്തിയ എലികളെ അയാൾ
നദിയിലേക്ക് നയിച്ചു. അയാൾ നദിയിലേക്ക് നയിച്ചു. അങ്ങനെ ഹാമലിൻ പട്ടണം എലികളിൽ നിന്ന് മോചനം നേടി. അങ്ങനെ ഹാമലിൻ പട്ടണം എലികളിൽ നിന്ന് മോചനം നേടി. എലികളിൽ നിന്നും മോചനം നേടി. എന്നാൽ മേയർ നൽകാമെന്ന് സമ്മതിച്ച പ്രതിഫലം കൊടുക്കാൻ തയ്യാറായോ? ഇല്ല. എന്നാൽ വിളംബരത്തിൽ പറഞ്ഞ പ്രതിഫലം കൊടുക്കാൻ മേയർ തയ്യാറായില്ല. പ്രതിഫലം കൊടുക്കാൻ മേയർ തയ്യാറായില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൽ പ്രതിഷേധിച്ച കുഴലൂത്തുകാരിൽ നിന്നും മറ്റൊരു ഗാനം ഒഴുകിയെത്തി. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച കുഴലൂത്തുകാരനിൽ നിന്നും പ്രതിഷേധിച്ച കുഴലൂത്തുകാരനിൽ നിന്നും ഒരു പ്രത്യേക ഗാനം ഒഴുകിയെത്തി. ഒരു പ്രത്യേക ഗാനം ഒഴുകിയെത്തി. അത് കേട്ട് അന്നാട്ടിലെ കുട്ടികളെല്ലാം അയാളുടെ പിന്നാലെ കൂടി നൃത്തം ചെയ്തു. അത് കേട്ട് ആ നാട്ടിലെ കുട്ടികളെല്ലാം അയാളുടെ പിന്നാലെ കൂടി. അയാളുടെ പിന്നാലെ കൂടി. അച്ഛനമ്മമാർക്ക് പോലും അവരെ പിന്തിരിപ്പിക്കാനായോ? ഇല്ല. അച്ഛനമ്മമാർക്ക് പോലും അവരെ പിന്തിരിപ്പിക്കാനായില്ല. ആ കുട്ടികൾ എന്ത് ചെയ്തു? ആ കുട്ടികൾക്കൊപ്പം അയാൾ ഒരു മലയ്ക്കുള്ളിൽ മറഞ്ഞു. ഒരു മലകൾക്കിടയിലാണല്ലോ പോയത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പൊ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു? തുടർന്ന് അയാൾ തൻ്റെ വിരലുകൾ കൊണ്ട് കഴുത്തിലെ കുഴൽവാദ്യം തൻ്റെ ചുണ്ടോട് ചേർത്ത് ഒരു പ്രത്യേക ഈണം പുറപ്പെടുവിച്ചു. ആ നാട്ടിലെ എലികളെല്ലാം ഈണം കേട്ട ദിക്കിലേക്ക് കുതിച്ചു. തൻ്റെ പിന്നാലെ എത്തിയ എലികളെ അയാൾ നദിയിലേക്ക് നയിച്ചു. അങ്ങനെ ഹാമലിൻ പട്ടണം എലികളിൽ നിന്ന് മോചനം നേടി. എന്നാൽ വിളംബരത്തിൽ പറഞ്ഞ പ്രതിഫലം കൊടുക്കാൻ മേയർ തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ച കുഴലൂത്തുകാരിൽ നിന്നും ഒരു പ്രത്യേക ഗാനം ഒഴുകിയെത്തി. അത് കേട്ട് ആ നാട്ടിലെ കുട്ടികളെല്ലാം അയാളുടെ പിന്നാലെ കൂടി. അവരുടെ അച്ഛനമ്മമാർക്ക് പോലും അവരെ പിന്തിരിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾ കുട്ടികളോടൊപ്പം ഒരു മലയ്ക്കുള്ളിൽ മറഞ്ഞു. ഒരു മലയ്ക്കുള്ളിൽ മറഞ്ഞു. അപ്പൊ ഇതാണ് സ്റ്റോറി. ഇനി അയാളുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. അയാളുടെ പ്രവൃത്തി ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അയാളുടെ പ്രവൃത്തി
ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ്? എന്നാൽ ഇവിടെ തെറ്റ് ചെയ്തതും മേയറാണ്. എന്നാൽ ഇവിടെ തെറ്റ് ചെയ്തതും മേയറാണ്. തെറ്റ് ചെയ്തതും മേയറാണ്. ഇതുപോലുള്ള വാഗ്ദാന ലംഘനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള വാഗ്ദാന ലംഘനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കഥയിലെ കുഴലൂത്തുകാരനോട് മേയർ കാണിച്ചത് നന്ദികേടും തെറ്റുമാണ്. കഥയിലെ കുഴലൂത്തുകാരനോട് മേയർ കാണിച്ചത് നന്ദികേടാണ്. അതിന് മാതൃകാപരമായി ശിക്ഷയും നൽകേണ്ടതാണ്. എന്നാൽ കുഴലൂത്തുകാരൻ ശിക്ഷിച്ചത് കുട്ടികളെയും നഗരവാസികളുമാണ്. എന്നാൽ കുഴലൂത്തുകാരൻ ശിക്ഷിച്ചത് കുട്ടികളെയും നഗരവാസികളെയുമാണ്. കുട്ടികളെയും നഗരവാസികളെയുമാണ്. ഇത് കലാകാരനായ കുഴലൂത്തുകാരനിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇതാണ് കഥാപാത്ര നിരൂപണം. കുഴലൂത്തുകാരനെ കുറിച്ച് എഴുതിയ കഥാപാത്ര നിരൂപണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അയാൾ കുട്ടികളോടൊപ്പം ഒരു മലയ്ക്കുള്ളിൽ മറഞ്ഞു. അയാളുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ തെറ്റ് ചെയ്തതും മേയറാണ്. ഇതുപോലുള്ള വാഗ്ദാന ലംഘനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കഥയിലെ കുഴലൂത്തുകാരനോട് മേയർ കാണിച്ചത് നന്ദികേടാണ്. എന്നാൽ കുഴലൂത്തുകാരൻ ശിക്ഷിച്ചത് കുട്ടികളെയും നഗരവാസികളെയുമാണ്. ഇത് കലാകാരനായ കുഴലൂത്തുകാരനിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതാണ് കഥാപാത്ര നിരൂപണം. ഇതുപോലൊരു കഥാപാത്ര നിരൂപണം വേറെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മുത്തശ്ശിയുടെ കഥാപാത്ര നിരൂപണം, അങ്ങനൊരു ചോദ്യവും വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.